ാലും ഞാൻ ഒട്ടും പിന്മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. എത്ര പ്രശ്നങ്ങളും എത്ര നിരാശകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, പക്ഷേ ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു ഗാനം ചേർന്ന് പാടാം. കരങ്ങളടിച്ചെന്ന് രാത്രിയിൽ ചേർന്ന് പാടി. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിലിരി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിരി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിരി ജയം എനിക്കുണ്ട്. അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും, എന്നാൽ അനർത്ഥത്തിന്റെ മധ്യത്തിലും നമ്മളെ സഹായിക്കുന്നതിന്റെ കർത്താവുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനി ഞാൻ ഭയപ്പെടില്ല. ആമീൻ. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ഹല്ലേലൂയ. ആമേൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ചുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തിനോ ശാപത്തിനോ ഒരിക്കലും നമ്മളെ തകർത്തി കളയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ മുന്നേറുമെന്നുള്ളൊരു വാശി, ഒരു പിടിവാശി, ഒരുപക്ഷെ ശത്രുവിനെ ജയിക്കുന്നവന് ഈ ദിവസങ്ങളിൽ ആമേ സ്വന്തം തിന്മ കൊണ്ട് ആമേ നമ്മളെ നേരിടുവാൻ, നമ്മളെ തകർക്കുവാൻ പിശാച് പലപ്പോഴും വഴിയൊരുക്കുമ്പോഴും ഹല്ലേലൂയ നന്മ മാത്രം ചെയ്യുന്ന ഒരു സർവ്വസന കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലെ ശാപത്തിലോ പാപത്തിലോ ഞാൻ അനർഹനല്ല. സാത്താന ശക്തിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ആമേൻ. സാത്താന്യ ശക്തിയിന്മേൽ ശാപ ബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ.
അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ആകുല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഭാരങ്ങളോർത്ത് കളയുവാനല്ല, തകർക്കുവാനപ്പെടുന്ന ശത്രുവിന്മേൽ ജയം നമുക്കുണ്ട്. ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ഒറ്റമ്മ മറന്നോലും മറക്കാത്ത, ഹല്ലേലൂയ, ആ സർവ്വശക്തന്റെ കരം നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആകുല ചിന്തയ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഓരോ നാളും കൈവിടില്ല. ഓ, തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലെ ജയം എനിക്കുണ്ട്. ആമേനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുൻപോട്ട് മുൻപോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നോ ഇനി ഞാൻ. ഹല്ലേലൂയ. ശത്രു ജയിക്കുമെന്ന്, ഭാവി നശിക്കുമെന്ന് ഭയപ്പെടാതെ ഈ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ആമേൻ മുന്നേറുവാൻ സർവ്വശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ലോകത്തിനും ഒരു ശാപത്തിനും ഒരു രോഗത്തിനും നമ്മളെ ബന്ധിച്ചിടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പിന്മാറുവാൻ കഴിയാതെ ആമേൻ ജീവിതത്തിന്റെ യാത്രയിൽ മുന്നേറുവാൻ തക്കവണ്ണം സർവ്വശക്തനായ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. അനർത്ഥങ്ങൾക്കോ ശാപങ്ങൾക്കോ ബന്ധനങ്ങൾക്കോ ഒരിക്കലും തകർത്തു കളയുവാൻ കഴിയാത്ത ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം നമ്മുടെ ശുശ്രൂഷകന്മേൽ ആമേൻ വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ജയാളിയായി നിൽക്കുവാനും ജയവീരിയായി നിൽക്കുവാനും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതായ സർവ്വശക്തനായ ദൈവത്തിന്റെ സകല സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ കർത്താവായ ദൈവത്തെ കൈകൊണ്ടേ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഓരോ കൂടാരങ്ങളുടെ മേലും ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. വചനങ്ങൾ കുടുംബങ്ങളുടെ മേൽ ഇടങ്ങുവാൻ, വ്യക്തിയുടെ മേൽ സംസാരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ദേശത്തിന്മേൽ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അനർത്ഥവും പ്രയാസങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നമ്മളെ തകർത്തു പോകാൻ ശത്രു പലപ്പോഴും വഴിയൊരുക്കുമ്പോഴും ഹല്ലേലൂയ ജയത്തോടെ നിൽക്കുവാൻ ഇന്ന് രാത്രികാലവും കർത്താവായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ആകുല ചിന്തയാൽ നിറയുകയല്ല ഞാൻ, ഭാരങ്ങൾ ഓർത്ത് നീ പ്രയാസപ്പെടുകയല്ല. ഹല്ലേലൂയ. നമ്മളെ ശക്തനാക്കുന്നവർ മുഖാന്തരം സകലത്തിനും മതിയായവനായ ഒരു കർത്താവിന്റെ വലിയ സാന്നിധ്യമുണ്ട്. ആമേൻ. നാൾക്കുനാൾ ആമേശോടെ പ്രവർത്തനങ്ങളുടെ മേല് ആമേൻ സ്തോത്രം പലപ്പോഴും പിശാച് വെല്ലുവിളിക്കുമ്പോൾ അവിടെയും ജയത്തോടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു സർവ്വശക്തനായ ദൈവത്തിന്റെ കരുത്ത് നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം സംസാരിക്കുന്ന പ്രകൃതാസൻ സന്തോഷ് പാസ്റ്റർ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി വിടുതലായി തീരുവാൻ കർത്താവായ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രയാസങ്ങളുടെ മധ്യത്തില് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ സഹായിക്കണമെന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആകുല ചിന്തകൾ മാറി, പ്രതിസന്ധികൾ മാറി, പ്രയോജനങ്ങൾ മാറി. ഹല്ലേലൂയ. ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ ഒരു തീരുമാനമായി എടുക്കുവാൻ
ചെയ്യുവാൻ തക്കോണം സർവ്വസ്നാ ദൈവം ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ചാട്ട് മഹത്വവും മാനമെല്ലാം പങ്കെടുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ പിതാവ് ദൈവവും കേൾക്കണമേ. ആമേൻ ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ വളരെ മനോഹരമായി വളരെ അനുഗ്രഹീതമായ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിന്റെ ദാസൻ ഫ്രാൻസിസ് വെന്നിക്കുള അവர்களോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും തന്റെ ശുശ്രൂഷകളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കുകളുടെ നടുവിലും ഈ ശുശ്രൂഷയ്ക്കായിട്ട് താൻ ഇന്ന് വളരെ പരിശ്രമിച്ചാണ് ഈ ശുശ്രൂഷകൾ ചെയ്തത്. പലതവണ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, പലതവണ ട്രയലുകൾ നോക്കിയിരുന്നു, ഒക്കെ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്തത്. കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുകയാണ്. സാധാരണ നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ 1 മണിക്കൂർ സമയം അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇന്നത്തെ മീറ്റിംഗ് ഈ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ പരിമിതമായ സമയം മാത്രം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. കേരള ചാപ്റ്റർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സിജി ജോൺസൺ അവர்கள் തുടർന്നുള്ള പ്രാർത്ഥനാ സെഷന് നേതൃത്വം നൽകും. കർത്താവിന്റെ ദാസനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന് നേതൃത്വം നടന്നു വരുന്ന ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ ഈ രാത്രിയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഈ മീറ്റിങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ മനോജ് അവറുകൾ, പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, തന്റെ കുടുംബം, കേരള കൗൺസിൽ ചെയർമാൻ പ്രിയ ഹാർട്ട്ലി സാമുവൽ അവറുകൾ, കൗൺസിലിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ബഹുമാനീയ കർത്തദാസന്മാർ, കർത്തദാസിമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് തുടർമാനമായി വിവിധ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിപ്പാന്റെ കവണ്ണം കർത്താവ് അവസരങ്ങളെ ഒരുക്കി. എന്നാൽ ഇന്ന് നമ്മൾ ഈ നിലകളിൽ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. അല്പസമയങ്ങൾ അതിൽ നടുവിലും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിയുകയാണ്. പറയപ്പെട്ട വിഷയങ്ങളെ വഹിച്ച് നമ്മളിൽ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ വേഗത്തിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാനായിട്ട് ദൈവസന്നിധിയിൽ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായി നമ്മുടെ പ്രാർത്ഥന ധ്വനി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് ദൈവ കൃപയിലെയും ദൈവത്തിന്റെ കരങ്ങളിലും നമുക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ, തന്റെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിനതായിരിക്കുന്ന കരുതലും ദൈവത്തിന്റെ കാവലും തന്റെ ദാസനോടും ശുശ്രൂഷകളോടും തന്റെ മേല് ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളോടുമുള്ള ബന്ധത്തിൽ പകരപ്പെടുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോൾ തന്നെ 15ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടോ. വിവിധ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി കർത്തദാസന്മാരുണ്ട്, വിവിധ കൗൺസിലുകളുണ്ട്. അവയൊക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതാത് സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ അതാത് രാജ്യങ്ങളുടേതായിരിക്കുന്ന തലങ്ങളിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവ കൃപപ്രകാരമുള്ള അനുഭവങ്ങൾ വെളിപ്പെടുത്തുവാൻ, പ്രാർത്ഥനയുടെ ആഴങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ പ്രാരംഭത്തിൽ പ്രാർത്ഥനാ ധ്വനി കുടുംബത്തെ നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസനെ, 15ഓളം രാജ്യങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ, വിവിധ കൗൺസിലുകളെ, വിവിധ പ്രവർത്തകരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഒരാള് ശബ്ദമുയർത്തി ഈ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല സമയത്തിനായ സ്തോത്രം ചെയ്യുന്നു. നല്ല രാത്രിക്കായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവ് പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമത്തിൽ ഞാൻ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗ്ഗപ്പെടുന്ന കൃപയ്ക്കായ സ്തോത്രം. വിശേഷാൽ ഇന്ന് രാത്രി പ്രിയ അഭിഷേകം പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനാധ്വനിയും അതിന്റെ പ്രവർത്തനങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം അവിടുന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് മാനിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ചില വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതായ ഈ പ്രാർത്ഥനാ സംഗമം കർത്താവെ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശുദ്ധമായ കർത്താവെ നടക്കുവാൻ സ്വർഗ്ഗം അവിടുന്ന് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേക പ്രിയപ്പെട്ട കുടുംബത്തോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഒരു കർത്താവ് ഈ പ്രാർത്ഥനാ സംഗമത്തിന് ശക്തമായ നിലവാരത്തിൽ നേതൃത്വം കൊടുക്കുമ്പോൾ ദൈവിക സാന്നിധ്യ കൃപയിൽ തന്നെ ദാസനോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം അവിടുന്ന് അനുഗ്രഹിച്ച് മാനിക്കണമേ. കർത്താവ് കർത്തദാസന്റെ ഹൃദയത്തിൽ കൊടുത്ത ദർശനങ്ങൾക്കായി കാഴ്ചപ്പാടുകൾക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. സ്വർഗത്തിലെ സകല ആത്മീയ ഭൗതിക നന്മകളാൽ അവിടെ നിറച്ച് കുടുംബത്തെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഇതിന്റെ പ്രവർത്തനങ്ങളുണ്ട്, കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളുണ്ട്, വിവിധ യൂണിറ്റുകളുണ്ട്. ഇതിന്മേലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യ കൃപയും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ദൈവവചനത്തെ അതിന്റെ തലങ്ങളിൽ നിന്ന് കോട്ടിക്കളയുന്ന ഒരു കാലത്തിലേക്കാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത ദിനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും മാറി ദൈവിക സത്യങ്ങളെ അതിന്റെ തലങ്ങളിൽ നിന്നും മാറ്റി തിരുവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിഴവി കഥകളെയും മറ്റ് അനുഭവങ്ങളെയും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഉപദേശ വിഷയങ്ങളിൽ നിന്ന് പോലും ദൈവ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് പോലും ജനത്തെ മറിച്ചു കളയുന്ന ദുരുപദേശങ്ങളുടെ ആധിക്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചന പ്രകാരം ദൈവിക സത്യത്തിലേക്ക് നമ്മുടെ ദൈവ ജനം നയിക്കപ്പെടുക, ദൈവകൃപ അനുഭവിച്ചിരിക്കുന്ന ദൈവ മക്കൾ ദൈവസന്നദ്ധിയിൽ അവസാനത്തോളം നിലനിൽക്കുമാർ ദൈവവചനത്തിന്റെ ആയിരിക്കുന്ന ശക്തിയും അധികാരവും ദൈവത്തിന്റെ ആത്മാവ് വിവിധ തലങ്ങളിൽ വെളിപ്പെടുത്തുവാൻ, ദുരുപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള ദൈവകൃപ ദൈവം അവരുടെ മേൽ പകരേണ്ടതിനും അതോടൊപ്പം ഇപ്രകാരമുള്ള അനുഭവങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുവാൻ, ജനത്തെ ബോധവൽക്കരിക്കുവാൻ, അവരെ ദൈവവചനത്തിന്റെ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ തക്കവണ്ണം പ്രാപ്തരായ അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്ന കാലത്തെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ സത്യമായ ആഴമായ അനുഭവങ്ങളിലൂടെ ദൈവ ജനത്തിന്റെ മേലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും അതിലൂടെ അനേകര് രക്ഷയുടെ സന്തോഷത്തിലേക്ക് ദൈവത്തിൻ്റെതായിരിക്കുന്ന മഹത്വകരമായ പ്രവൃത്തികളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാമായിരിക്കുന്ന ഇടങ്ങളിൽ സ്തോത്രം ചെയ്ത് ദൈവ സന്നിധിയിലേക്ക് പറയപ്പെട്ട വിഷയത്തെ സമർപ്പിച്ച് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ഗൗരവത്തില് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യതയില് ആ വിഷയത്തെ ഏറ്റെടുത്ത് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒരാളെ വിഷയത്തിനായ ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. നല്ല ദൈവമേ, പ്രാർത്ഥിച്ചോ. പരിശുദ്ധനായ കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി കർത്താവെ, ദൈവദാസനം പറഞ്ഞായിട്ടുള്ള വിഷയത്തെ ദൈവകരങ്ങൾ ഞങ്ങൾ തരികയാണ്. കർത്താവെ, വചനത്തിനെ അതിൻ്റെതായിട്ടുള്ള നിലവാരത്തിലൂടെ കർത്താവെ സംസാരിക്കാതെ ജനത്തെ കർത്താവ് തെറ്റിക്കുമാറ് കർത്താവെ വിശ്വാസം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലവാരത്തിലേക്ക് കർത്താവെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്യുന്ന വചന ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവെ ആ പ്രവർത്തന മേഖലകളെ ഇന്ന് രാത്രികാലം ഞങ്ങളൊന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവെ, ദുരാത്മാവിന്റെ ആ ചിന്തകളിൽ നിന്നൊക്കെ ഇന്ന് പിടിപിടിച്ച് കർത്താവെ ജനത്തെ യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി കർത്താവെ ഉറയ്ക്കുവാൻ ദൈവമാത്മാവ് അവിടുന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ ചിന്താഗതികളും പൂർണ്ണമായിട്ട് മാറുവാൻ രക്തത്താൽ ചെയ്യുന്ന രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ ബുദ്ധിയുള്ള കർത്താവെ, പൈശാചികമായിട്ടുള്ള എല്ലാ ചിന്തകളും മാറി കർത്താവെ യഥാർത്ഥമായിട്ട് ദൈവവചനത്തിന്റെ ആ സത്വത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ സ്തോത്രം സംസാരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവെ ദുരാത്മാവിന്റെ എൻ്റെ ചിന്തകൾ മാറുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന്
കർത്താവിനോട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയുവാൻ തക്കമുണ്ട് എല്ലാവിധമായിട്ടുള്ള ദുഷ്ടന്റെ ചിന്തകൾ നിന്നൊക്കെ ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഭകൾക്ക് കർത്താവ് ഇതൊരു ഹല്ലേലൂയ പ്രയാസകരമായി തീരുവാൻ ഇടവരാതെ കർത്താവ്, വിശ്വാസ കർത്താവ് വ്യക്തികൾക്ക് അതൊരു പ്രയാസകരമായി തീരുവാൻ ഇടവരാതെ അങ്ങനെയുള്ള എല്ലാ ദുർചിന്തകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടുവാൻ ഈ ദിവസങ്ങൾ ദൈവാത്മാവെ അവിടുന്ന് സഹായിക്കണമെന്ന് കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി അതിന്മേൽ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രങ്ങളെല്ലാം കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ എല്ലാ ശക്തികളിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും പുകഴ്ച പങ്കെടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പിതാവ് ദൈവം കേൾക്കണമേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കർത്തദാസന്മാർ പലരും രോഗികളായിട്ട് ഭാരപ്പെടുന്നു. സൗഖ്യമില്ലാതെ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. ശുശ്രൂഷയോടുള്ള വന്നിട്ട് പല ഉത്തരവാദിത്വങ്ങളും അവർക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ശാരീരികമായ രോഗത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് അതിന് തടസ്സമായിരിക്കുന്നു. ദൈവകരങ്ങളിൽ നമുക്ക് ആ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരോട് കരുണ കാണിപ്പാൻ, കർത്താവ് അവരോട് കൃപ കാണിപ്പാൻ, ദൈവികമായ സൗഖ്യം അവരുടെ മേൽ പകരുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നാം ആയിരിക്കുന്ന ആ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷ വേലയോടുള്ള എതിർപ്പും സുവിശേഷീകരണത്തോടും അതിന്റെ തലങ്ങളിലുമുള്ള ശക്തമായ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്രകാരമുള്ള വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ചതുപോലെ ജയിലിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ വിനോദ് കുഞ്ഞുമോനെ ഓർത്ത് ദൈവസ്ഥനെ നാം പ്രാർത്ഥിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിക്കളഞ്ഞു. അവര് ജാമ്യാപേക്ഷയ്ക്കായിട്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതുവരെ അതിന്റെ മേലെ ഒരു തീരുമാനം വന്നിട്ടില്ല. ദൈവം പ്രത്യേകിച്ച് ആ ദൈവദാസനോട് കരുണ കാണിപ്പാൻ, അതോടൊപ്പം നമുക്കറിയാത്ത പേരറിയാത്ത ഒത്തിരി ദൈവദാസന്മാരും ദൈവ മക്കളും ഈ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ നാമനിമിത്തം ജയിലിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദൈവകരങ്ങളിലേക്ക് ഈ രണ്ട് വിഷയങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന്, നമ്മുടെ രോഗികളായിരിക്കുന്ന കർത്തദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, തലമുറകൾ, പ്രിയപ്പെട്ടവർ. രണ്ട്, സുവിശേഷ വേല നിമിത്തം കർത്താവിന്റെ നാമനിമിത്തം അന്യായമായി തടങ്കലിലായിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഒരിക്കലൂടെ ശക്തമായ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ഈ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന പോലെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങള് അതിനെ ജയിക്കുകയില്ല. അതെ, ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തികളെ ദൈവനാളുകളിൽ തികപ്പാൻ, സഭയെ ദൈവം ശക്തിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഹിതകരമായ അനുഭവങ്ങളിൽ ദൈവ പ്രവൃത്തികളെ ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരാള് ഈ വിഷയത്തിനായി ദൈവസ്ഥനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രാർത്ഥന കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപ്പാത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസൻ പറഞ്ഞതായ പ്രാർത്ഥന വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ ത്രിയോദയവാസന്മാരോട് കർത്താവെ ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ കർത്താവിന്റെ മുഖത്തുള്ള വേലയിലൊക്കെ ദൈവം ശക്തമായി ഉപയോഗിച്ചതാണല്ലോ. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളാൽ ഇപ്പോൾ വളരെ ഭാരത്തിൽ കൂടി കടന്നുകൊണ്ട് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ബലത്തോടെ, ശക്തിയോടെ കർത്താവിന്റെ മഹിമ സാക്ഷിയാക്കി അങ്ങയുടെ അഭിഷിക്തദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഉപയോഗിക്കണമേ. ആമേ. ഹല്ലേലൂയ. ആമേ. ബാല്യക്കാർ തടന്നു പോകുമ്പോൾ യൗവനക്കാരുടെ വരുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായ ശക്തിയോടെ, ബലത്തോടെ കർത്താവിന് വേണ്ടി വീണ്ടും ശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, വടക്കേന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ
ഞങ്ങളുടെ അനേക ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ ജയിലറയിൽ കിടക്കുന്ന കർത്താവെ, കർത്താവിനെ ആരാധിച്ചതിന്റെ പേരില് കർത്താവിനെ സ്നാനമേറ്റതിന്റെ ഏൽപ്പിച്ചതിന്റെ പേരിൽ കർത്താവെ, സുവിശേഷം പറഞ്ഞതിന്റെ പേരിലൊക്കെ കർത്താവെ, പല നിലയിലും കർത്താവെ ജയിലിൽ കിടക്കുന്ന എത്രയോ ദൈവദാസന്മാർ ദൈവമക്കൾ ദൈവദാസന്മാരുണ്ട് കർത്താവെ. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സ്വാതന്ത്ര്യമായി ആരാധിക്കാൻ പോലും കഴിയാതെ നോട്ടിന്റെ വിവിധ പല സ്ഥലങ്ങളിൽ കർത്താവെ പല ബില്ലുകളൊക്കെ പാസ്സാക്കി കർത്താവെ തന്റെ ദൈവസഭകൾ പോലും ഇപ്പോൾ കൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് കർത്താവെ. ദൈവദാസന്മാർ കിടക്കുന്ന കർത്താവെ, ദൈവം അവർക്ക് വേണ്ടി വാദിക്കണമേ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമേ. അങ്ങ് നീതിമാനാ ദൈവമാണല്ലോ, നീതിയോടെ പ്രവർത്തിക്കുന്ന കർത്താവാണല്ലോ. നീതിയോടെ ഈ വിഷയത്തിന്മേൽ അങ്ങയുടെ അത്ഭുതകരം കാണുവാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജാമ്യത്തിന് വേണ്ടി കർത്താവെ അപേക്ഷ കൊടുത്തുകൊണ്ട് കർത്താവ് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടിയത് പുറത്തു വരുവാൻ എന്റെ ദൈവമേ അങ്ങ് സഹായിക്കണം. ഭീമമായ പൈസ കെട്ടിവെക്കേണ്ടതായ സാഹചര്യം അതുപോലും നിവൃത്തിയില്ലാതെ കഴിയുന്ന ദൈവമേ, അവരോട് ദൈവം മനസ്സറിയണമേ കർത്താവേ, അവരോട് ദൈവം ഇടപെടണമേ കർത്താവേ. ദൈവം ഇടപെടണമേ, ദൈവം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ആവശ്യങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ധ്വനി കുടുംബം അതിന്റെ പ്രവർത്തനങ്ങൾ 26ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാല് വരുന്ന ഒക്ടോബർ മാസം അവസാന ദിനങ്ങളില് ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷൻ നടത്തുവാനായിട്ട് ക്രമീകരണങ്ങളില് പ്രിയപ്പെട്ടവര് ദൈവദാസന്മാരായിരിക്കുന്നു. ആ കൺവെൻഷനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാരെ, പാടുന്ന കൊയറിനെ, ദൈവജനം സംസാരിക്കുന്ന കർത്തദാസന്മാരെ, അതിന്റെ മറ്റെല്ലാ ക്രമീകരണങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരു സ്ഥലത്ത് കൂടി വരുന്നതിനേക്കാളും വലിയ തയ്യാറെടുപ്പ് ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങിന് ആവശ്യമാണ്. ദൈവം കാര്യങ്ങളെയൊക്കെ സാധ്യമാക്കാൻ, സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തുടർന്ന് നമ്മോട് ദൈവവചനം സംസാരിപ്പാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സന്തോഷ് കുഞ്ഞുമോൻ പാസ്റ്ററെ ഓർത്തും ദൈവസ്ഥനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കാം. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായ ആഴത്തില് നമ്മളോട് സംസാരിപ്പാൻ, നമ്മളോട് ഇടപെടുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ രണ്ട് വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരാള് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയത്തെ ദൈവത്തിന്റെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു കർത്താവെ. ആഗ്രഹിക്കുന്ന കൺവെൻഷനായി സ്തോത്രം കർത്താവെ. ഓൺലൈനിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ ബുദ്ധിയും ആലോചനയും കഴിവും ദൈവിക നടത്തിപ്പും കർത്താവ് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ മേൽ കർത്താവ് പകരണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മേൽ ദൈവിക ഗൈഡൻസ് കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. ദൈവമേ, അതനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രത്യേക കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ നിറവേറ്റപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, അല്പസമയം ദൈവവചന കർത്താവെ കേൾവിക്കായി സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ അഭിഷിക്തനെ കർത്താവ് സ്തോത്രം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവാൽ നയിക്കണമേ. ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഞങ്ങളെ ഇരുത്തണമേ കർത്താവെ സ്തോത്രം. ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. തുടർന്ന് ബാക്കി കാര്യങ്ങൾ ബഹുമാനിയ കർത്തദാസൻ മനോജ് അബ്രഹാം പാസ്റ്റർ നിർവഹിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ രീതിയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുകയും ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം ചെയ്ത കർത്താവിന്റെ ദാസൻ സിജി ജോൺസൺ അവറുകളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. സമയം നമ്മൾ ഉദ്ദേശിച്ചതിലും മുൻപോട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം 9 മണി വരെയാണ് മീറ്റിംഗ്. എങ്കിലും ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കർത്താവിന്റെ ദാസനോട് സമയം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ മുഴുവൻ സമയവും ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മളെല്ലാവരും മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമുക്ക് ലഭിക്കുന്നത്.
അല്ലെങ്കിൽ 1-2 മാസം കഴിയുമ്പോഴാണ് ബാക്കി പ്രാർത്ഥനാ സെക്ഷനൊക്കെ ആയിട്ട് പോവുകയാണ്. എന്നാൽ അത്തരത്തിൽ ദൈവവചന ശുശ്രൂഷയോട് ചേർന്നൊരു മീറ്റിംഗ് ആയിട്ട് നമുക്ക് ക്രമീകരിക്കാൻ ദൈവം ഒരുക്കിയത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമായിട്ട് ഞാൻ കരുതുന്നു. ധാരാളം ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാദിനിയുടെ സ്ഥാപകനും ഇന്റർനാഷണൽ ചെയർമാനുമായ ബെൻസൺ ഡാനിയൽ അവർകൾ, അതോടൊപ്പം തന്നെ കേരള ചാപ്റ്റർ വൈസ് ചെയർമാനായ സുരേഷ് പാസ്റ്റർ, നമ്മുടെ ഒരു സീനിയർ ദൈവദാസനും തിരുവനന്തപുരം സ്വദേശിയുമായ ദൈവദാനം പാസ്റ്റർ, വിദേശ രാജ്യങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എറണാകുളം ചാപ്റ്ററിൽ പ്രവർത്തിക്കുന്ന കർത്താവദാസൻ സാബു ഇളമ്പള്ളിക്കൽ പാസ്റ്റർ, അതോടെ തന്നെ നമ്മുടെ കേരള ചാപ്റ്ററിന്റെ പ്രയർ കോർഡിനേറ്ററായ സിസ്റ്റർ മിനി ജുബി അവർകൾ, മറ്റ് സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല, ദയവായി നിങ്ങൾ ക്ഷമിക്കുക. തുടർന്ന് നാം ദൈവജന കേൾവിയിലേക്ക് പോവുകയാണ്. കർത്താവിന്റെ ദാസൻ സന്തോഷ് കുഞ്ഞച്ചൻ അവർകളാണ്. അദ്ദേഹം കുമ്പനാട് സ്വദേശിയാണ്. ഒരുപക്ഷെ പലർക്കും പരിചയം കാണും. വിവിധ നിലകളിൽ കർത്താവ് അദ്ദേഹത്തെ സഭാ ശുശ്രൂഷയും മറ്റ് പൊതു ശുശ്രൂഷകളും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ചാപ്റ്റർ ചെയർമാനായ ഹാർട്ട്ലി പാസ്റ്ററേയും ഒരു ആത്മാർത്ഥ സ്നേഹിതനാണ് അദ്ദേഹം. അതുപോലെ പ്രിയ ഫ്രാൻസിസ് വെണ്ണിക്കുളം ദേവദാസന്റെയും അടുത്ത സ്നേഹിതനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ ദാസൻ വളരെ സന്തോഷപൂർവ്വം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇന്ന് നമ്മുടെ ഈ നടുവിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി വളരെ ആദരവോടെ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കും. കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ രാത്രികാലം വാഴ്ചപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാ ജോലി കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഗൂഗിൾ മീറ്റിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ, പ്രാർത്ഥനായുടെ നേതൃത്വ നിരയിലായിരിക്കുന്ന മറ്റു ദേവദാസന്മാർ മനോഹരമായ പാട്ടുകളൊക്കെ പാടി നമ്മുടെ ആരാധനയിലേക്ക് നയിച്ച കർത്താവിന്റെ ദാസൻ ഫ്രാൻസിസ് പാസ്റ്റർ, എന്റെ കൂട്ടു സഹോദരങ്ങള്, ദേവദാസന്മാര്, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഈ രാത്രികാലം വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സിജി പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തമ്മിൽ പല മീറ്റിങ്ങുകൾക്ക് ഒരുമിച്ച് കൂടി വരാൻ കർത്താവൊക്കെ സഹായിച്ചിട്ടുണ്ട്. ദൈവം ധാരാളം ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു കൃപ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റെ പേരിലും ഒത്തിരി പരിമിതികൾ നമുക്കുണ്ട്. എന്നിരുന്നാലും വലിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരത്തിൽ വെളിപ്പെടുന്ന ഒരു രാത്രിയായി മാറട്ടെ. അധികം മുഖവര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രിയുടെ ചിന്തയ്ക്കാധാരമാക്കിയിട്ട് ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യമാണ് ഇന്ന് രാത്രി വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. നമുക്ക് വളരെ പരിചിതമായ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. നമുക്കറിയാം ഇതിന്റെ രചയിതാവ് ആരാണെന്നും ഒക്കെ നല്ലവണ്ണം നമുക്കറിയാം. ആമേൻ. ലൂക്കോസ് തിയോഫിലസിന് എഴുതിയ 2ാമത്തെ ചരിത്ര ഗ്രന്ഥമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഇതൊരു പ്രാർത്ഥനയുടെ പുസ്തകമാണ്. ഏകദേശം ചെറുതും വലുതുമായ 41-ൽ പരം പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ച ഒരു പുസ്തകം കൂടെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. വളരെ നല്ല രീതിയിൽ വായിച്ചാൽ ആമേൻ നമ്മൾ ഒത്തിരി ചിന്തിപ്പിക്കുന്നതും അതിനേക്കാൾ ഉപരി വലിയ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ടതുമായ ഒരു പുസ്തകത്തിലൂടെയാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 3 പേരുടെ കാലഘട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് പത്രോസിന്റെ കാലഘട്ടം, അത് കഴിഞ്ഞാൽ സേബാനോസിന്റെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞാൽ പൗലൂസിന്റെ ഒരു കാലഘട്ടം. ഈ 3 കാലഘട്ടത്തിലും ദൈവദാസന്മാരെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിച്ചതായി കാണാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രമിക്കുന്ന വാത്സല്യ കർത്താവിന്റെ ദാസന്മാരെ, കർത്താവിന്റെ ദാസന്മാരെ, നമുക്കും ഒരു കാലഘട്ടം ദൈവം വെച്ചിട്ടുണ്ട്. അതിനെ തകർത്ത് കളയാൻ ഒരു ഇരുട്ടിനും കഴിയത്തില്ല. അതിനെ മാറ്റിക്കളയാൻ ഒരു വൈശ്വാദിക മണ്ഡലങ്ങൾക്കും കഴിയത്തില്ല. നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷകളെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇന്ന് രാത്രി ശക്തനായ ഒരു ദൈവമാകിയാൽ ആ ദൈവകരങ്ങളിലേക്ക് വീണ്ടും നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്കറിയാം ഈ പൗലോസ് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ വിസ്തരിക്കാൻ പോകുന്നതാണ് ഇതിന്റെ രംഗപടം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇതൊരു ഫാസ്റ്റിംഗ് പ്രയർ അല്ല, ഒരു കൺവെൻഷൻ അല്ലായിരുന്നു. വിസ്തരിക്കാൻ പോകുന്ന സമയത്ത് രാത്രി ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയുകയാണ്, നീ
ആമേൻ. യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. നോക്കണമേ, വ്യക്തമായ ദൈവാലോചന. അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിടത്ത് ദൈവം തന്റെ ആലോചനയാൽ ഭക്തനെ ബലപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്ന് രാത്രി ഒരു കാര്യം നമുക്കറിയാം, നമ്മളെപ്പോഴൊക്കെ തകർന്നു പോകുന്നുവോ, മാനസികമായും ശാരീരികമായും നമ്മളൊക്കെ ബലഹീനരാകുമ്പോൾ നമ്മളെ ശക്തീകരിക്കാൻ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മനോവേദനയോടെ ഭാരത്തോടെയാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം. പൗലോസിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി വചനത്താൽ നമ്മളെയും ശക്തീകരിക്കാൻ ശക്തനാകിയാൽ ഒരിക്കൽ കൂടെ ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ റോമിൽ ദൈവത്തെ ഉയർത്തണമെന്നുള്ളത് പൗലോസിന്റെ വലിയൊരാഗ്രഹമായിരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഏത് ആഗ്രഹങ്ങളെയും, എല്ലാ ആഗ്രഹങ്ങളും ഒന്നല്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹിതപ്രകാരമുള്ള ഏത് ആഗ്രഹങ്ങളെയും നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. അത് ഇന്ന് രാത്രി ഒന്നുകൂടെ അടിവരയിട്ട് പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി പ്രകാരവും ദൈവത്തിന്റെ ഹിതപ്രകാരവുമാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് റോമിൽ ഒന്ന് നിൽക്കണമെന്ന് ആരുടെ ആഗ്രഹമായിരുന്നു? പൗലോസിന്റെ ആഗ്രഹമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിന്റെ പേരിൽ നമ്മൾ വായിക്കേണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം നമുക്ക്. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികൾ എന്നതുപോലെ നിങ്ങളിൽ വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം എന്നൊന്നും നിങ്ങൾ അറിയാതിരിക്കല്ലേ. നോക്കണമേ, റോമാലേഖനം എഴുതുമ്പോൾ ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് റോമിൽ വരാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഈ ആഗ്രഹം സഫലീകരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പലവിധമായ മുടക്കങ്ങൾ വന്നു എന്ന് നിങ്ങൾ അറിയല്ലേ. ആ റോമാലേഖനം തന്നെ 1-ാം അധ്യായം 15-ാം വാക്യത്തിലോട്ട് വായിക്കുമ്പോൾ അങ്ങനെ എഴുതുന്നു: അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കണമേ, ആമേൻ. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അടുക്ക് വരാൻ ഞാൻ ഭാവിച്ചു എങ്കിലും മുടക്കം വന്നു. എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്: റോമയിലുള്ള നിങ്ങളോട് സുവിശേഷം പറയാൻ എന്നാലാവോളം, എന്നാൽ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കണമേ, പൗലോസിന്റെ വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹത്തെ ഇന്ന് രാത്രി ദൈവമക്കൾ ഒന്ന് തിരിച്ചറിയണം. എങ്ങനെയെങ്കിലും റോമിൽ എത്തണം, ആ സുവിശേഷം ഒന്ന് മറ്റുള്ളവരോട് അറിയിക്കണം എന്നുള്ള വലിയൊരാഗ്രഹം തനിക്കുണ്ടായിരുന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കൾ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ് AD 57 എഴുതിയത്. തന്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാന ടൈമിൽ അവൻ എഴുതപ്പെട്ടതാണ്. അതും കൊരിന്ത്യയിൽ വെച്ച് എഴുതപ്പെട്ടതാണ് റോമാലേഖനം. അപ്പൊ നോക്കിക്കോണമേ, AD 57 എഴുതപ്പെട്ടതാണ് റോമാലേഖനം. 57, 58 കാലഘട്ടങ്ങളിൽ നമുക്ക് വേണേൽ പറയാം. തന്റെ 3-ാം മിഷണറി യാത്രയുടെ അവസാന ടൈമിൽ എഴുതപ്പെട്ടതാണ്. ഈ കൊരിന്ത്യയിൽ വെച്ചാണ് അത് എഴുതിയത്, റോമാലേഖനം. ആ റോമാലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് AD 61 റോമിൽ വെച്ച് എഴുതതാണ്. അപ്പോൾ നോക്കണമേ, തന്റെ ആഗ്രഹത്തെ ദൈവം ഒരു വാഗ്ദത്തമായി മാറ്റി. അവൻ AD 57 താൻ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ച വിഷയത്തെ ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അത് പൂർത്തീകരണത്തേക്ക് എത്തക്കത്തക്ക നിലവാരത്തിൽ ഒരു വാഗ്ദത്തമായി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില വാഗ്ദത്തങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ചില വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടന്ന ചില വാഗ്ദത്തങ്ങള്, അത് പൂർത്തീകരണത്തിലേക്ക് ഇന്ന് രാത്രി എത്തപ്പെടുന്ന ഒരു രാത്രിയായി എന്റെ ദൈവം തീർക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷ മുഖത്താകട്ടെ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലാകട്ടെ, ഉള്ളിന്റെ ഒഴുകിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് ശക്തമായ മറുപടികളെ ഇന്ന് രാത്രി പ്രാപിച്ചു മടങ്ങുന്ന ഒരു രാത്രിയായി മാറണം. 57 തന്റെ ആഗ്രഹത്തെ 61 കേവലം 4 വർഷത്തിനകത്ത് ദൈവം നിറവേറ്റി കൊടുത്തത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നോക്കണമേ, അപ്പോസ്തല പ്രവൃത്തി റോമാലേഖനത്തിൽ താൻ അവിടോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, മുടക്കം വന്നു എന്നൊക്കെ താൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ തന്റെ വിസ്താര വേളയിൽ, ന്യായാധിപ സംഘത്തിന്റെ വിസ്താര വേളയില് ദൈവം തന്നെ ശക്തീകരിച്ചുകൊണ്ട് പറയാണ്, കുഞ്ഞെ, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി
പ്രതി ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് അതിന്റെ പ്രവൃത്തി അയക്കാതെ മടങ്ങിപ്പോകത്തില്ല. നിങ്ങളോട് ദൂത് പറഞ്ഞവൻ, നിങ്ങളുടെ തലമുറയെ നോക്കി പ്രവചിച്ചവൻ, നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി ആമേൻ ആലോചന കൈമാറിയവന് നാളുകൾ കഴിയുന്നതിന് മുമ്പേ അത് നിവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവമാകിയാൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. തിരിച്ചറിയണം. എന്നാൽ ആമൻ ഈ ദൂത് അല്ലെങ്കിൽ ഈ ആലോചന നിറവേറുന്നതിനിടയിൽ വെച്ച് ആമൻ ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ അല്ലെങ്കിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ തന്റെ ഭക്തന് യാത്ര ചെയ്യേണ്ടി വന്നു. ആമൻ താൻ പറയപ്പെട്ട അല്ലെങ്കിൽ താൻ കേട്ട അല്ലെങ്കിൽ ആമൻ റോമയിൽ താൻ നിൽക്കുമെന്നുള്ള ദൈവാലോചന പൂർത്തീകരിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിനകത്ത്, അതായത് വാഗ്ദത്തം കേട്ടതിനും ദൂത് നിവൃത്തിയാകുന്നതിനും ഇടയ്ക്കുള്ള സമയം ധാരാളം കഷ്ടങ്ങളിലൂടെ പൗലോസിന് കടന്നു പോകേണ്ടി വന്നു. ഇന്ന് രാത്രി കേൾക്കണമേ, ആമൻ ചില കഷ്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകണമെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതായത് വാഗ്ദത്തം കേട്ടതിനും അത് നിവൃത്തിയിരിക്കുന്നതിന് ഇടയിലുള്ള കാലഘട്ടത്തിനകത്ത് കഷ്ടതയിലൂടെ കടന്നുപോയി. നമുക്കൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോസേഫിനെ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. താൻ കണ്ട ദർശനത്തിനും താൻ കണ്ട അല്ലെങ്കിൽ ദർശനത്തിനും അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനും ഇടയ്ക്കുള്ള കുറെ സമയങ്ങൾ, ഏകദേശം 13 വർഷം വിവിധമായ പ്രയാസങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടാമായിരുന്നു, കുണ്ടറയിൽ അകപ്പെട്ടു എന്ന് വേണ്ട പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവം യോസേഫിനെ കൈവിട്ടില്ല, ദൈവം യോസേഫിനെ മാറ്റി നിർത്തിയില്ല. ആ നീണ്ട 13 വർഷവും ദൈവത്തിന്റെ പരിപാലനം കാണുവാൻ ഒരു യോസേഫിന് കഴിഞ്ഞു എങ്കിൽ അവൻ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, എന്നെ ആരും അറിയുന്നില്ല, എന്റെ വിഷയങ്ങളെ ആരും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്താഭാരത്തോട് ഇരിക്കുകയാണെങ്കിൽ ദൈവജനത്തോട് ഇന്ന് രാത്രി പറയട്ടെ, ഞാനും നിങ്ങളും അറിയാതെ എന്റെയും നിങ്ങളുടെയും വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഞാനും നിങ്ങളും പോലും അറിയാതെ എന്റെയും നിങ്ങളുടെയും വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൂത് നിറവേറുന്നതിനിടയിൽ പൗലോസ് കടന്നുപോയ വഴികൾ എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സ്വജനത്തിന്റെ ശപഥം വന്നു. 40-ൽ പരം യഹൂദന്മാര് ഒരു രാത്രികാലം തീരുമാനമെടുത്തു, പൗലോസിനെ കൊന്നുകളയുവോളോ ഒന്നും ഭക്ഷിക്കത്തുമില്ല കുടിക്കത്തുമില്ലെന്ന് പറഞ്ഞ് ചില്ലറ ആൾക്കാരല്ല ശപഥമെടുത്തത്, സ്വജാതിക്കാർ അല്ലെങ്കിൽ തന്നോടൊപ്പം ഉള്ളവർ 40-ൽ പരം യഹൂദന്മാർ ശപഥമെടുത്തു. എന്നാൽ ഹല്ലേലൂയ, രാത്രികാലം വിളിച്ചു പറയട്ടെ, ആരും നമ്മളെ നോക്കി ശപഥമെടുത്തു എന്ന് പറഞ്ഞാലോ, ആര് നമ്മുടെ വാഗ്ദത്തത്തെ നോക്കി വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലോ, വാക്ക് പറഞ്ഞവൻ അത് നിവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ശോഭനത്തിന്റെ ശപഥം ഹല്ലേലൂയ പൗലോസിനെ ഒന്നും ചെയ്തില്ല. തിരിച്ചിങ്ങോട്ട് താഴോട്ട് നമ്മൾ അടുത്ത അധ്യായങ്ങളൊക്കെ വായിക്കേണ്ട അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ് വിസ്താരത്തിന് വേണ്ടി ഫെലിക്സിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഫെലിക്സ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫെലിക്സിന് വേണമെങ്കിൽ തീർപ്പ് കൽപ്പിക്കാമായിരുന്നു, പക്ഷെങ്കിൽ സൂക്ഷ്മമായ അറിവുണ്ടായിട്ടു തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, താൻ ഏത് വിഷയമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് സൂക്ഷ്മമായ അറിവ് ഫെലിക്സിന് ഉണ്ടായിട്ടും ഹല്ലേലൂയ പൗലോസിന്റെ വിഷയത്തെ അവധിക്ക് വെച്ച് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. അതേ പ്രിയ ദൈവമക്കളെ, ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് വരാതിരിക്കത്തില്ല. അതിനൊരു തടസ്സവുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ദൈവസ്ഥനിൽ നേരോടെ നിൽക്കുന്നവരാണെങ്കിൽ, ആരവധിക്ക് വെച്ചെന്ന് പറഞ്ഞാലോ ആരും മാറ്റിവെച്ചെന്ന് പറഞ്ഞാലോ അത് നമ്മുടെ കൈകളിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നോക്കണമേ, തന്റെ യാത്രയ്ക്കകത്ത് ഫെലിക്സ് വിവരം അറിയാമെന്നിട്ടും ഹല്ലേലൂയ പലവിധമായ സമയങ്ങൾ ക്രമീകരിച്ച് ഈ വിഷയത്തെ ഫെലിക്സ് മാറ്റിക്കൊണ്ടുപോയി. സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും. അടുത്തതിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 25-20 പറയുന്നു, പൗലോസ് ദേശാധിപതിയായ ഫെസ്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അയാൾ ഒരു ഗവർണറാണ്, ഉത്തരവാദിത്വമുള്ളവനാണ്. എങ്കിലും അതിൽ നിന്നും തനിക്കൊരു തീർപ്പ് കൽപ്പിച്ചു കൊടുക്കാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഈ രാത്രികാലം ദൈവജനമേ ഒരു കാര്യം തിരിച്ചറിയണം,
നമുക്ക് നീതിയും ന്യായവും ലഭിക്കുന്നില്ല എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ രാത്രി മനസ്സിലാക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതിനുമീതെ ഉന്നതനും അതിനുമീതെ അത്യുന്നതനും അവർക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, നമുക്ക് വേണ്ടി ആര് വഴിമുടക്കി എന്ന് പറഞ്ഞാലോ, നമ്മുടെ നീതിയും ന്യായവും ആരെങ്കിലും തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞാലോ, ഒരു കാര്യം നിങ്ങൾ ഇന്ന് രാത്രി അടിവരയിട്ട് കുറിച്ചെടുത്തോണോ, ഉന്നതനുമേതെ ഉന്നതനോ അവർക്കുമീതെ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നവരോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, നിങ്ങൾ വിഷമിക്കുന്ന വ്യക്തിയാണോ, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന വ്യക്തിയാണോ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടോ ചില മൂവ്മെന്റ് ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുന്ന വ്യക്തിയാണോ, നിങ്ങളുടെ തലമുറ സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ ഞെരിങ്ങിറങ്ങപ്പെട്ട് അവർക്കൊരു ഉന്നമനമില്ലല്ലോ, അവരുടെ പേപ്പറുകൾ ബ്ലോക്കായി കിടക്കുകയാണല്ലോ എന്ന് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ശക്തമായി വിളിച്ചു പറയുന്നു, ഉന്നതനുമേതെ ഉന്നതനോ അവർക്കുമീതെ ഒരു അത്യുന്നതനുമുണ്ട്. ആ അത്യുന്നതൻ നമുക്ക് വേണ്ടി ചില പേപ്പറുകൾ തീർക്കുമെന്നേ. ആരൊക്കെ അവധി വെച്ചെന്ന് പറഞ്ഞാലോ, ആരൊക്കെ നമ്മുടെ മുമ്പില് പ്രതിസന്ധിയുടെ കൂമ്പാരങ്ങൾ പടുത്തുയർത്തി എന്ന് പറഞ്ഞാലോ, നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ഉന്നതൻ ഇന്ന് രാത്രിയുണ്ട്. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഓരോ മൺകൂടാരത്തിനുമേലും വെളിപ്പെടട്ടെ, ഓരോ കുടുംബങ്ങളുടെ അകത്തും വെളിപ്പെടട്ടെ. ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനാധ്വനി ചാപ്റ്ററിനകത്ത് കടന്നു വന്ന ഓരോ ദൈവജനത്തിന്റെ വിഷയത്തിനകത്തും ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. വരും ദിവസങ്ങൾ ചില സാക്ഷ്യമായി ഇതിനകത്തുനിന്നും ചില ദൈവദാസന്മാരെ ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രിയായി ഈ രാത്രി ഒന്ന് മാറട്ടെ. ഇന്ന് രാത്രി ധൈര്യത്തോട് പറയണം, ഉന്നതനുമീതെ ഉന്നതനുണ്ട്, അതിനുമീതെ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു അത്യുന്നതൻ എനിക്ക് വേണ്ടിയുണ്ട്. അവനാണ് എന്റെ വ്യവഹാരം നടത്തുന്നവൻ, അവനാണ് എനിക്ക് വേണ്ടി കാര്യം നടത്തുന്നവൻ. ആ ദൈവം എന്റെ ദൈവമായിരിക്കുന്നിടത്തോളം കാലം ഞാൻ തകർന്നു പോകത്തില്ല. നോക്കണമേ, ഗവർണറായിരുന്നവൻ, ഉത്തരവാദിത്വമുള്ളവന് കാര്യങ്ങളെ പിന്നെയും ദീർഘിപ്പിച്ചു കൊണ്ടുപോയി. എന്താണ് ദീർഘിപ്പിക്കാൻ കാരണം? പൗലോസിനോട് ഒരു ദൂതുണ്ടായിരുന്നു, നീ എവിടെ നിൽക്കണം? നീ റോമയിൽ നിൽക്കേണ്ടവനാണ്. വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും വാഗ്ദത്തം പൂർത്തീകരണം അടുത്തെത്താതിരിക്കാൻ കഴിയാതെ വണ്ണ സെരുബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെ എത്ര പർവ്വതകരണമായ ശക്തികൾ ഉയർന്നു വന്നെന്ന് പറഞ്ഞാലോ, വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കുള്ളില് അതൊക്കെയും മാറിപ്പോകുന്ന രാത്രിയായി ഈ രാത്രി ഒന്ന് മാറണം. ഹല്ലേലൂയ. തിരിച്ചിങ്ങോട്ട് താഴോട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ വിവിധതരമായ കാറ്റുകൾ തന്റെ ജീവിതത്തിന് മേൽ ആഞ്ഞടിച്ചു. ഒന്ന് പ്രതികൂലത്തിന്റെ കാറ്റ്. പ്രതികൂലത്തിന്റെ കാറ്റടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പ്രതികൂലത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് കാലവിളംബരം ചെയ്യുന്ന അല്ലെങ്കിൽ കാലതാമസം ചെയ്യുന്ന കാറ്റാണ്. ചെറിയ ദൂരം സഞ്ചരിക്കേണ്ടത് ഇട്ടു വട്ടം കറക്കി കാലതാമസം സംഭവിച്ചു പ്രതികൂലത്തിന്റെ കാറ്റ്. അടുത്ത കാറ്റ് ഇങ്ങനെ പറയുന്നു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുന്നു. നോക്കണമേ, ചിലരൊക്കെ ആലോചന പറഞ്ഞു, തെക്കൻ കാറ്റ് മന്ദമായി എന്നല്ല ഊതുന്നത്, നമുക്ക് കപ്പലിറക്കി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന്റെ പിന്നിൽ അപകടമുണ്ട്. എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷയെ തെറ്റിമറിച്ചുകൊണ്ട് ശക്തമായ ഒരു ഈശാനമൂലൻ തന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. താൻ കടങ്ങേറിയ പടകിനെ കപ്പലിനെയോ കപ്പലുള്ള സകല സാമഗ്രികളും ഇല്ലാതാക്കി കളയത്തക്ക നിലവാരത്തിൽ ശക്തമായ ഈശാനമൂലൻ ഹല്ലേലൂയ അവർക്കേറിയ കപ്പലിന് നേരെ അടിച്ചു. തിരുവചനം ഇങ്ങനെ പറയുന്നു, കാറ്റിന് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കപ്പല് തകർന്നു പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈശാനമൂലൻ ആഞ്ഞുദ്യം അടിക്കുന്നത് നമ്മുടെ വിശ്വാസ പടകിന് നേരെയാ. നമ്മളെ തകർത്ത് കളയത്തക്ക നിലവാരത്തിൽ, നമ്മളെ ഭീതിപ്പെടുത്തക്ക നിലവാരത്തിൽ ആദ്യം ആഞ്ഞടിച്ചത് പടകിനെ തകർത്ത് കളയാനാ, കപ്പലിനെ തകർത്ത് കളയാനാ. അടുത്തത് ഈശാനമൂലൻ ലക്ഷ്യം വെച്ചത് സമ്പാദ്യത്തെയായിരുന്നു. ഒന്നൊഴിയാതെ 276 പേരുടെയും സമ്പാദ്യങ്ങളെ കടലിൽ തള്ളിക്കളഞ്ഞു. അവസാനമായി നോക്കണമേ, ഇനിയും ജീവന് പോലും രക്ഷയില്ല എന്ന നിലവാരത്തില് ഈശാനമൂലൻ ആഞ്ഞടിച്ചു. ഹല്ലേലൂയ. അവിടെയും പൗലോസിന് തുണയായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കപ്പലിന് നാശം സംഭവിക്കാം, എന്നാൽ 276 നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു. കാരണം കുഞ്ഞെ, നിന്നെ കുറിച്ചൊരു ദൈവിക കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതികളുണ്ട്. കേവലം കടലിൽ ഒതുങ്ങിപ്പോകേണ്ടവനല്ല നീ, 4 ചുവരുകൾക്കുള്ളിൽ കെട്ടിയടയ്ക്കപ്പെട്ടവനല്ല നീ. നിനക്ക് വേണ്ടി ചില യാത്രയുടെ ക്രമീകരണങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നോക്കണമേ പ്രിയമുള്ളവരെ,
ആ തിരുവചന ഭാഗങ്ങളൊക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാതെ കൊണ്ട് ആമൻ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയട്ടെ, സൂര്യൻ ഉദിക്കാഞ്ഞിട്ടല്ല, ചന്ദ്രൻ ആകാശത്ത് വരാഞ്ഞിട്ടല്ല, നക്ഷത്രങ്ങൾ മിന്നി മറയാഞ്ഞിട്ടല്ല, എന്നാൽ കാറ്റും കോളും കാർമേഘവും നിമിത്തം ആമൻ സൂര്യനെ കാണാതായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, നീതി സൂര്യനായ എന്നെയും നിങ്ങളെയും തമ്മിൽ മറയ്ക്കുന്ന ചില കാർമേഘ പടലങ്ങൾ, ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് അടുത്തുകൂടാൻ കഴിയാതെ വേണം ആമൻ മറയ്ക്കുന്ന ചില കാർമേഘമേടകങ്ങൾ, ഇന്ന് രാത്രി അതൊക്കെ ഒന്നും മാറി ഒരു ശാന്ത തുറമുഖം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി മാറണം. ഒടുവിൽ കാണുന്ന കാഴ്ച ഇത്രമേ ഉള്ളൂ. ആമൻ ഹല്ലേലൂയ. കപ്പലിലുള്ളവരെല്ലാരും ജീവരക്ഷയ്ക്ക് വേണ്ടി ചാടി. പക്ഷെ അവിടെയും ആമൻ പിശാച് അടങ്ങിയിരുന്നില്ല. പടയാളികൾ വെട്ടിക്കൊല്ലുവാൻ തീരുമാനമെടുത്തപ്പോൾ ശതാധിപൻ അതിൽ നിന്നും വിലക്കി. ആമൻ രക്ഷപ്പെട്ട ശേഷം ആമൻ പൗലോസ് എത്തപ്പെട്ടത് മെലിത്ത എന്ന ദ്വീപിലാണ്. അവിടെയും പൈശാചിക ശക്തി അടങ്ങിയിരുന്നില്ല. ആമൻ അണലിയുടെ രൂപത്തിൽ പൗലോസിനെ കടിച്ചു. നോക്കണമേ, ഒരു വാഗ്ദത്തം ഒന്ന് പൂർത്തീകരിക്കുന്നതിന്റെ ഇടയ്ക്ക് എത്രയോ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ തന്റെ ദാസൻ കടന്നുപോയെങ്കിലും ആമൻ ദൂത് പറഞ്ഞവൻ, വാഗ്ദത്തം പറഞ്ഞവൻ അടങ്ങിയിരുന്നില്ല. അക്കരെ എത്തിക്കുവോളം ശക്തനാണ്. ആമൻ റോമിൽ എത്തണമെന്നുള്ളത് നാളുകൾക്ക് മുമ്പേയുള്ള തന്റെ ആഗ്രഹത്തെ ഒരു ദൈവം സബലീകരിച്ചു കൊടുത്തെങ്കിൽ ഈ കാലയളവിനുള്ളിൽ ജീവിതമാതാവിൽ വിവിധമായ പ്രയാസങ്ങൾ വന്നെങ്കിലും തേജോമനായ ദൈവം അവനെ കൈവിട്ടില്ല. തേജോമനായ ദൈവം ഒരു പത്രോസിനെ അവൻ കൈവിട്ടില്ല. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസേനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. നോക്കണമേ പ്രിയമുള്ളവര്, നീണ്ട 4 വർഷത്തെ അല്ലെങ്കിൽ അതായത് എന്റെ ആഗ്രഹത്തെ 4 വർഷങ്ങൾക്ക് ശേഷം എന്റെ ദൈവം നടത്തി കൊടുത്തെങ്കിൽ ആമൻ ഇന്ന് രാത്രി നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാനം ഇങ്ങനെ എഴുതുമ്പോൾ ആമേൻ ലൂക്കോസ് ഇങ്ങനെ എഴുതി, ഞങ്ങൾ റോമിലെത്തി. നോക്കണമേ, റോമിലെത്തി എന്ന് പറയപ്പോൾ ആ എത്തുന്നതിന് മുമ്പ് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് എഴുതി ചേർത്തത്, ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും തരണം ചെയ്ത് ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ റോമിലെത്തി. ആമേൻ ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പ് ആമേൻ തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ വാഗ്ദത്തമായി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ദൈവിക പദ്ധതി പ്രകാരം ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവം വരും ദിവസങ്ങളിൽ ഒരു മറുപടി തരുവാൻ ശക്തനാകിയാൽ ഇന്ന് രാത്രി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാട്ടെ ധൈര്യത്തോടെ ഇന്ന് രാത്രി ഏറ്റെടുത്തോട് പറയണം, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വരും ദിവസങ്ങളിൽ ഒരു മറുപടി എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും, എന്റെ തലമുറയുടെ കുടുംബത്തിനകത്ത് ഒരു മറുപടി വെളിപ്പെടും, എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു മറുപടി വെളിപ്പെടും. ആമേൻ പൗലോസ് ആഗ്രഹിച്ച വിഷയത്തെ വാഗ്ദത്തമാക്കി ദൈവം മാറ്റി തീർത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവമക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തെ ഒരു വാഗ്ദത്തമാക്കി പൂർത്തീകരിക്കാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ നാളുകൾ ചില പ്രയാസങ്ങളുടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണെങ്കിൽ തളർന്നു പോകല്ലേ. പൗലോസിനെ അക്കരെ എത്തിച്ചവൻ നമ്മളെ എത്തിക്കുവാൻ ശക്തനായ ദൈവമാകിയാൽ ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. സമയൊരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്ക്, ക്ഷമയോട് കേട്ടിരുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവൻ കഴിഞ്ഞ ദിവസം ഞാനും മനോജ് ഭാഷയോട് കണ്ടപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, പ്രാർത്ഥനാ ധ്വനി ചാപ്റ്ററിന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് ഉഷാറായിട്ട് കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ ശക്തമായ ദൈവത്തിന്റെ ആലോചനകൾ, വാഗ്ദത്തം പറഞ്ഞാൽ നിവർത്തിക്കുന്ന കർത്താവ്. അത് കാലം എത്ര മാറിപ്പോയാലും സാഹചര്യം എത്ര മാറിപ്പോയാലും പ്രതികൂലത്തിന്റെ കാറ്റും നമ്മുടെ തകർത്ത് കളയുന്ന വെല്ലുവിളികളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവിക വാഗ്ദത്തങ്ങൾ അതിന് പൂർത്തിയാകുന്നതാണ്. അത് ദൈവം വിശ്വസ്തയോടെ നിറവേറ്റുന്നതാണ്. രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വാഗ്ദത്തങ്ങളെ ഒരുക്കി തരുന്ന, അതിനെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യക്തിപരമായി ഞെരുങ്ങുന്ന, പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, ഭാരപ്പെടുന്ന പല വിഷയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതിന്റെ മേലെല്ലാം കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ വചനത്തിന് മുമ്പാകെ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. പൗലോസിനോട് പറഞ്ഞ വാഗ്ദത്തം അക്ഷരം പ്രതി നിവർത്തിച്ച കർത്താവ്
ഇന്ന് രാത്രിയിലും നമ്മോട് ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ വിശ്വസ്തനാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ സന്തോഷ് പാസ്റ്ററോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താൻ സമയം വേർതിരിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കായി തീർന്നല്ലോ. കർത്താവ് തൻ്റെ ശുശ്രൂഷകളെയും സഭയെയും കുടുംബജീവിതത്തെ ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് നാം പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചില വാക്കുകൾ കർത്താവിന്റെ ദാസൻ ഹാർട്ട്ലി പാസ്റ്റർ ഓർപ്പിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ സീനിയർ ശുശ്രൂഷകനും പ്രാർത്ഥനാധുനിയുടെ സഹാരിയുമായ കർത്താവിന്റെ ദാസൻ ദൈവദാനം പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. എറണാകുളത്തു നിന്ന് കർത്താവിന്റെ ദാസൻ രാധാകൃഷ്ണൻ അവർ നമ്മെ സ്നേഹിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളിയായി. പ്രാർത്ഥനാധുനിയുടെ മിഷൻ കോർഡിനേറ്റർ സുനിൽ പി കോശി അവർ ഈ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. മറ്റ് അനേക ദൈവദാസന്മാർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷകൾ പങ്കെടുത്തു. കൊല്ലം ചാപ്റ്ററിന്റെ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്റർ ഈ ശുശ്രൂഷയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ കർത്തദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രിയ ഹാർട്ട്ലി പാസ്റ്റർ ചില വാക്കുകൾ ഓർപ്പിക്കുകയും അതിനുശേഷം കർത്താവിന്റെ ദാസൻ ദൈവദാനം അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷകൾക്ക് സമാപനം കുറിക്കുകയും ചെയ്യും. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ ദൈവത്തിനായി പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനത്തിന്റെ കേരള കൗൺസിൽ ആഭിമുഖ്യത്തിൽ എല്ലാ തിങ്കളാഴ്ച തോറും നടക്കുന്ന നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് രാത്രിക്കാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനാണ് ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേക ഈ മീറ്റിംഗ് ഏറ്റവും നന്നായി കർത്താവിന്റെ പ്രിയ നമ്മുടെ മനോജ് പാസ്റ്റർ കോർഡിനേറ്റർ എന്തെങ്കിലും താവടിയാക്കിയില്ല. അപ്പോൾ തന്നെ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ ഫ്രാൻസിസ് പാസ്റ്ററും അതുപോലെ മീറ്റിംഗ് പ്രാർത്ഥനയിൽ നമ്മളെ നേതൃത്വം വഹിച്ച പ്രിയ സിജി പാസ്റ്റർ, കർത്താവിന്റെ ഒടുവില്ല ദൈവവചനം ഘോഷിച്ച പ്രിയ സന്തോഷ് പാസ്റ്റർ, എല്ലാവരും ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ കൂടെ നന്ദി അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചില ആഴ്ചകളായി തിങ്കളാഴ്ച വൈകുന്നേരം നമ്മുടെ മീറ്റിങ്ങുകൾ നടന്നു വരുന്നല്ലോ. എന്നാൽ ഇന്ന് രാത്രിക്കാലം നമ്മൾ പ്രത്യേകിച്ച് ദൈവവചന കേൾവിക്കായിട്ട് സമയം വേർതിരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കടന്നു വന്ന എല്ലാവരോടും നമ്മൾ ഓരോരുത്തരുള്ള ദൈവശബ്ദമാണ് കേട്ടത്. പലപ്പോഴും ക്രിസ്ത്യ ജീവിത യാത്രയിൽ വഴിമുട്ടിപ്പോകും. വാഗ്ദത്തം ചെയ്ത ദൈവം എവിടെ എന്നുള്ള ചോദ്യം പലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ നമ്മളെ കുറിച്ചുള്ള ഭാവി അറിഞ്ഞൊരു കർത്താവ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുന്ന ദൈവമാണെന്നൊരു ഉറപ്പ് ഒരിക്കൽ കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താൻ വചനത്തിൽ കൂടെ നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസൻ സന്തോഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ഒരുമിച്ച് ഞങ്ങൾക്ക് വേദവിദ്യാഭ്യാസം ചെയ്യുവാൻ തക്കണം ഇടയായ നാളുകളായി ആത്മീയമായ ഒരു ബന്ധം നൽകി തന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. അപ്പോൾ തന്നെ പ്രാർത്ഥന കേരള കൗൺസിൽ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തമായ രീതിയിൽ നമ്മൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ മാസങ്ങളിൽ തന്നെ മറ്റ് പല ജില്ലകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പ്രാരംഭ ചർച്ചകളും പ്രാർത്ഥനകളും നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കണം. അപ്പോൾ തന്നെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഓൺലൈൻ മീറ്റിങ്ങുകൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. അതും അനുഗ്രഹമായി തീരുമാറാകട്ടെ. പരസ്പരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൈത്താങ്ങുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. പ്രാർത്ഥന കേരള കൗൺസിൽ പ്രവർത്തനങ്ങളെ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കുക. സഹകരിച്ച് എല്ലാവരും നന്ദി അറിയിക്കുന്നു. കർത്താവ് ഇവരെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. നല്ല പിതാവേ, ഈ മനോഹരമായ സുദിനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, പ്രാർത്ഥനത്തിലൂടെ കേരള ഘടകത്തിന്റെ മനോഹരമായൊരു മീറ്റിംഗ് ഇന്ന് രാത്രി ഇത്ര ഭംഗിയായി നടക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഇത് കർത്താവെ പടർന്ന് പന്തലിച്ച് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇത് വ്യാപിക്കുന്നതിനായി സ്തോത്രം. 26 ചാപ്റ്ററിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവ്. ഇന്ന് രാത്രി മനോഹരമായ മീറ്റിംഗ് ലീഡ് ചെയ്ത നിന്റെ ഉൾപ്പെട്ട ദാസനായി സ്തോത്രം. മനോഭാഷ ശക്തമായി ഉപയോഗിക്കണമേ. ഈ പ്രാർത്ഥനയ്ക്ക് നേർനിന്ന് പ്രവർത്തിക്കുന്നതിന്റെ മുകളിലൂടെ ശക്തമായ നിലയിൽ നയിക്കുവാനുള്ള കൃപ നൽകി സഹായിക്കണമേ. അല്ലിപ്പാഷക്കായി സ്തോത്രം. നിന്റെ മുകളിലൂടെ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കായി സ്തോത്രം. ഇതിന്റെ മുന്നിൽ നിലയിൽ നിന്ന് ശക്തമായി ഇതിനെ വ്യാപിപ്പിക്കാൻ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കഠിനമായ പ്രയത്നത്തിനായിട്ട് സ്തോത്രം. ധാരാളം പ്രതിഫലവും നന്മയും കൊടുക്കണമേ.
ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിന്റെ മകനായി സ്തോത്രം. ഏറ്റവും മനോഹരമായ ലീഡ് ചെയ്യുവാൻ കർത്താവ് നൽകിയല്ലോ. പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. പ്രത്യേകാൽ ഇന്ന് രാത്രി മനോഹരമായ വചനം സന്തോഷ് പാസ്റ്ററിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. കേട്ട വചനം ശക്തമായി ഓരോരുത്തർ ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. അത് അന്തരീക്ഷം മുഴങ്ങുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിന് കർത്താവേ അത് ഫലം കഴിക്കുവാൻ കൃപ ചെയ്യണം. പ്രാർത്ഥനാ തുനിക്ക് ആവശ്യமான നിർദ്ദേശം എന്ന നിലയിൽ പൗലോസിന്റെ ജീവിതാനുഭവത്തുള്ള ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾക്ക് നൽകുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. അവനെ ബലപ്പെടുത്തണമേ. അല്ലെങ്കിൽ പ്രാർത്ഥന സഹായികളെ ധാരാളമായ കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. കോൺഗ്രസിന്റെ പ്രവർത്തനം വ്യാപിപ്പാൻ മുഖാന്തരമാക്കണമേ. ട്രിവാൻഡ്രം ജില്ലയിലും ശക്തമായ ഒരു പ്രവർത്തനം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. ഇതിന്റെ കർത്താവ് ഇന്റർനാഷണൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബെൻസൺ ഡാനിയൽ പാസ്റ്റർക്കായിട്ട് സ്തോത്രം. ഇതിന്റെ മനെ പിന്നെയും ശക്തിപ്പെടുത്തണമേ. ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. ദാസിയും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. പിന്നെ എല്ലാ നിലയിലും ഞങ്ങളെ ഈ പ്രാർത്ഥനാ ധ്വനി എന്ന ഈ മനോഹരമായ പ്രസ്ഥാനത്തെ അവിടുത്തെ പൊന്നുകളിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ഹിതം പോലെ ഇത് വ്യാപിച്ച് ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ ശക്തിയാൽ നിറച്ച്, കർത്താവ് തേജസ്സലാൽ നിറച്ച്, കർത്താവ് സാന്നിധ്യത്താൽ നിറച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കാരണമാക്കണം എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിന് ആയിട്ട് നന്ദി. മഹത്വത്തിനായ നന്ദി. യേശു രക്ഷകന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏറ്റവും വിനിമയ അപേക്ഷിക്കുന്നു കേൾക്കണമേ. ജീവനുള്ള സ്വർഗീയ പരമപിതാവേ, ആമേൻ. നമ്മുടെ കർത്താവിനുമായ യേശു വച്ചുകടക്കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധ ആത്മാവിന്റെ നിരന്തര സംസർഗം, സഹവാസം, കൂട്ടായ്മക്കാലം ഇന്നും എന്നേക്കും നമ്മോടും പ്രാർത്ഥനാത്തിലൂടെ എല്ലാ ചാപ്റ്റേഴ്സിനോടും പ്രവർത്തകരോടും പ്രവർത്തനത്തോടും പ്രത്യേകാൽ ഞങ്ങളെ കേരള ഘടകം എല്ലാ പ്രവർത്തകരോടും ഞങ്ങളുടെ വരവുകളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അവർക്ക് ഞാൻ മൊത്തം ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. എല്ലാ ദേവദാസന്മാരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. സഹോദരി സഹോദരങ്ങളോട് നന്ദി അറിയിക്കുന്നു. വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വദേശത്തും വിദേശത്തുമായിട്ട് കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് Praise the Lord. Okay, Pastor. Praise the Lord. Praise the Lord.